ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ പറമ്പായി കാണുന്നതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് കണ്ടോ? നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. മഴയത്താ മഴയാണോ വെയിലാണോ ഇങ്ങ് ഇറങ്ങി വാ. മഴയാണോ വെയിലാണോ നീ ഇറങ്ങി വാ എന്ന് നോക്ക്. ബാ ഏറ്റ് വാ. ജോമോളും അമ്മോടും കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിക്ക് വന്നിരിക്കുന്നതാണ്. ഏറ്റ് വാ ബാ ബാ സമയം പോണം. ബാ എനിക്ക് പോകണം. ആ അവിടെ പുറത്തോട്ടല്ലേ, അങ്ങോട്ട് ഇറങ്ങി ചെല്ലേ. ചെല്ല് ചെല്ല് അവിടെ ചെല്ല്. എവിടെ പോകാനാന്ന് അറിയാതെ വരത്തില്ല അല്ലേ? വാ എന്റെ കൈ പിടിച്ചോ. വാ, ഒത്തിരി ദിവസമായില്ലേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. വാ 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 ചെല്ല് ചെല്ല്. വാന്ന് എന്റെ കൈ പിടിക്ക്. ഇവിടെ മുറ്റത്താ, മുറ്റത്ത് ഒരു സംഭവം ഉണ്ട്. വാ 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 ഏറ്റവും ഏറ്റവും ഒന്ന് വാ, എന്റെ കൈ പിടി. കണ്ട കണ്ട വന്നുണ്ട്. ചെണ്ടമേളക്കാർ കൊട്ടിക്കൊട്ടി വരുന്നുണ്ടല്ലോ. എന്താ പരിപാടി? എലിക്കുട്ടിയമ്മേനെ കസര കൊണ്ട് ഇരുത്താം. എന്താ പരിപാടി? എന്താ പരിപാടി എലിക്കുട്ടിയമ്മ? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഓ, ഇതൊക്കെ ഞങ്ങളുടെ പറമ്പല്ലേ? ഓ, അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടേ. വാ 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 വാ. അതേന്നേ നമ്മുടെ പറമ്പാ. ഇതൊക്കെ എലിക്കുട്ടിയമ്മയുടെ പറമ്പായി കാണുന്നതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് കണ്ടോ ഈ കിടക്കണതൊക്കെ? വാ ഇവിടെ ഇരി. കാട് പിടിച്ച് കിടക്കുവാന്നേ ഉള്ളു. എല്ലാം ഉണങ്ങി വരണ്ടിപ്പോ. ഇരുന്നോ, ഇവിടെ ഇരി, ഇവിടെ ഇരി. ചുമ്മാ വഴിയെ പോകുന്ന കാഴ്ച കാണാൻ വല്ലേ. ഇത് ചെണ്ടമേളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇരി. ഇവിടെ ഇരിക്കാനേ ഇച്ചിരി കഴിയുമ്പോ അങ്ങ് ഏറ്റു പോണെന്നേ. സ്ഥിരം ഇവിടെ ഇരിക്കണ്ട. ഇവിടെ 3 പട്ടി ഉണ്ടായിരുന്നെന്ന്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരെണ്ണേ ഉള്ളല്ലോ എന്ന്. പിന്നെ ഒരെണ്ണം പുറകുവശത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്നും പട്ടി വേണേ ഈ ജോമോന് കൂട്ടായിട്ട്. പട്ടിയില്ലാതെ ജോമോൻ ഉറക്കം വരികയല്ലമ്മേ. പട്ടീനെ കാണണം. പോതെല്ലാം വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയതല്ലേ? അതുപോലത്തെ വെയിലല്ലായിരുന്നോ? അമ്മ പുറത്തോട്ടൊന്നും ഇറങ്ങണില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വെയിലുണ്ടോ ഇല്ലയോന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അല്ലേ അമ്മേ? അമ്മയ്ക്ക് എവിടെ പോകാനാ? വീട്ടിൽ പോകാനാ? ആരാ കൊണ്ടുപോണേ? ആരിപ്പം വീട്ടിൽ കൊണ്ടുപോകും? ആരെങ്കിലും വിളിച്ചോണ്ട് പോണം അല്ലേ? ഈ പട്ടി വിചാരിക്കണ വേറെ എന്തോ സംഭവം ഇവിടെ ചെയ്യാൻ പോവാന്ന്. പട്ടി എണീറ്റ് അതുകൊണ്ട് എക്സസൈസ് ഒക്കെ തുടങ്ങി. എന്താ അമ്മ കാലും കൈയെല്ലാം നീട്ടുന്ന കണ്ടോ? കാലും കൈയെല്ലാം നീട്ടുന്നു, പൊക്കുന്നു. വായിലിട്ടോ കൊച്ച്. വഴക്കുണ്ടാക്കില്ല കേട്ടോ. പെരക്കകത്ത് കയറി കിടക്കാന്ന്. പട്ടി നോക്കിയിരിക്കും ഇവിടെ എന്താ സംഭവം ഉണ്ടാകുന്നത്. സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ഓർത്തിട്ട് ഇരിക്കുവാണ് പട്ടി. ജോമോനെ കൊണ്ടാ തലമുടി വെട്ടിക്കുന്ന കേട്ടോ. എനിക്ക് വെട്ടാൻ അറിയത്തില്ല. അത് വെച്ചിട്ട് തലമുടി വെട്ടി കഴിയുമ്പോൾ അമ്മയുടെ ഷേപ്പ് എന്താവൂന്ന് അറിയത്തില്ല. അമ്മ ജോമോന്റെ ചുറ്റും നോക്കുവാണ്. എന്താ സൗണ്ട് ഉണ്ട്, ഇതെന്ത് ചെയ്യുവാന്നുള്ളൊരിതുണ്ട്. അമ്മ അങ്ങോട്ട് നോക്കരുത്, നേരെ നോക്കിയിരുന്നോ. ജോമോനോട്ട് പറയാതെ ഇങ്ങോട്ട് നോക്കി. ഇത് ഇങ്ങോട്ട് നോക്കി. ജോമോൻ അമ്മയുടെ മുടി വെട്ടുക. നോക്കാനില്ല കേട്ടോ, പുറകിലോട്ട് നോക്കണ്ട. എന്നതാ? ആ ഇതേ 4 ഉണ്ടെന്ന്. മയങ്ങാൻ പോയതാ ഞാനും എലിക്കുട്ടിയമ്മയും കൂടെ. മയക്കമൊന്നും എന്റെ ശരിയായില്ല. എനിക്ക് അതുകൊണ്ട് ഏറ്റു പോകുന്നത് കൊണ്ട് എന്റെ ഉറക്കമൊന്നും ശരിയായില്ല. ക്ഷീണം പോയില്ല. നഷ്ടപ്പെട്ടു പോയ ജോമ മേടിച്ചു തരുന്നേ. ജോമോനെ കൊണ്ട് നമുക്ക് മേടിപ്പിക്കണം. ഇരിക്കാനുള്ള സൗകര്യം നോക്കി പോന്നതാന്നേ. കൈ മാറ്റം അവിടെ നല്ല മുറിയും. തലേന്ന് കൈ മാറ്റും. ഇവിടെയാ ഒത്തിരി ഉള്ളത്. ഈ വശം അവിടെ കിടക്കുന്നവരിപ്പോഴും പഠിക്കന്മാരല്ലേ? ആഹാ, അവരെയൊക്കെ ഓർമ്മയുണ്ട്. മക്കളെ ഒന്നും ഓർക്കരുത് കേട്ടോ. അയലോക്കംകാരെയൊക്കെ ഓർക്കണം. അയലോക്കംകാരെയൊക്കെ ഓർത്തണം. മക്കളെ ഒന്നും ഓർക്കരുത്. വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകാൻ അത് തീരട്ടെ.
കുഞ്ഞു പിള്ളേരെ പോലെ വാശി പിടിക്കാതെ. ഒരു കാര്യത്തിന് വന്നതല്ലേ, അത് ചെയ്ത് തീർത്തിട്ട് പോവാം. മഴക്കാറുണ്ട് കേട്ടോ. ഇന്നലെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചതാ, പക്ഷെ പെയ്തില്ല. ഇന്നും മഴക്കാറ് കയറുന്നുണ്ട്, മൂടലായി. ആ വശത്ത് മുടി കുറവാണേ, ഈ വശത്താണ് മുടിയുള്ളത്. ആ ഇത് പൊങ്ങി നിൽക്കണം, അവിടെ വെട്ടിക്കളാം. അമ്മ അനങ്ങാതിരുന്നേ കൊച്ചേ, അനങ്ങാതിരുന്നേ. മുടി വെട്ടുമ്പോഴേ അനങ്ങരുത്, അല്ലെങ്കിൽ ഭംഗി പോകും. അല്ലെങ്കിൽ ആ പേരക്കത്തൊക്കെ പോയി കിടക്കാന്നേ. കമ്മല രണ്ടും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ ജീവനേക്കാളും അമ്മയ്ക്ക് വലുത് കമ്മലാണ്. ജീവിക്കാൻ പോകാന്നേ, കയറിപ്പോവാം, കയറി പോകാം. ഇത് തീർന്നു കഴിയുമ്പോൾ കയറി പോയേക്കാം. എന്താ അകത്തിരിക്കുവാണെങ്കിൽ കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? എത്ര പേരാ വണ്ടിയെ പോടേ നോക്കി. പയ്യച്ചീവിക്കേ. കരിമ്പങ്കാട്ടി കയറിയ പോലെയല്ല ചെയ്യേണ്ടത്. ഒരു സൂക്ഷമില്ല, വെറുതെ അങ്ങോട്ട് ചെയ്തേക്കുവാ ഇല്ലേ അമ്മ? അതിന് ഇരിക്കുകയല്ലേ, ചീവിയാലും ഇരിക്കുകയാലും ഭംഗിയില്ല. കട്ടി പറഞ്ഞു വന്നാലും ഒന്നും കൂടെ വെട്ടിക്കളാം. ഉണ്ട്, ഇത് വെട്ടിയതാന്ന് പറയത്തില്ല. നിങ്ങൾ മുടി വെട്ട്, ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കി വെക്കാം. മുടി വെട്ട് കഴിയുമ്പോൾ തരാം. പൊക്കോട്ടെ. ലെവൽ ചെയ്യുവോ? കത്രിക എടുത്തൊന്നും കൂടെ വെട്ട്. എനിക്കറിയത്തില്ല അതെവിടെ ഇരിക്കുന്നേന്ന്. കൂട്ടിലുണ്ടോ? കട കൊണ്ടുപോയി വിട്ടുന്നേക്കാളും നല്ലതാണ്. ഇവിടെ നമ്മ വളർത്തുന്നതാ, ഇത് വളർത്തുന്നതാ. കറ്റാർ വാഴ. ഇത് പൈസ കിട്ടോ? ഇതോ ഇത് ഔഷധമാ. അമ്മ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഔഷധം. കറിക്കുള്ളതല്ല, മനുഷ്യന് തിന്നാൻ കൊള്ളത്തില്ല. തിന്നാൻ കൊള്ളാവോ? അല്ല, അങ്ങനെയല്ല, തിന്നാനായിട്ട് എന്തോ കാര്യത്തിനായിട്ട്. ഇത് അമ്മ എണ്ണ കാച്ചാൻ നല്ലതാ, മുഖത്തെ പാടൊക്കെ പോകാൻ നല്ലതാന്ന് പറയുന്നു. ഞാൻ പറയത്തില്ല, നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇത് വളരാൻ നല്ലതാന്ന് പറയുന്നു, മുടി വളരാൻ. ഇവിടെ മതിയാക്കാന്നെങ്കിൽ നീ ഒന്ന് ലെവൽ ചെയ്താൽ മതി. നിർത്തിക്കും. മതി ഇന്ന് ഇതുകൊണ്ട് ചെയ്ത് അരിയും എല്ലാം ലെവൽ ചെയ്ത് ഞാൻ അവിടെ എല്ലാം വേദന, അവിടെ എല്ലാം വേദന, എല്ലാം ചൊറിഞ്ഞ് ചാവുക. മതിയല്ലേ, ചൊറിഞ്ഞ് ചാവുക. വേണ്ട, കിടക്കണം. ഓ, എനിക്കെല്ലാം വേദന എടുക്കുക. ചൊറിഞ്ഞ് ചാവുക. എനിക്ക് പയ്യെ ചീവോ, എല്ലാം നൊമ്പരാ. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയേക്കാം. പോണം. ചൊറിഞ്ഞിട്ട് ഇരിക്കത്തില്ല. മുടി വെട്ടിയതല്ലേ? മുടി വെട്ടിയതല്ലേ? വീട് ഇവിടെ എല്ലാം ചൊറിയ, ചൊറിഞ്ഞ് കൊത്തുക. എന്നാ മതി, നിർത്താം. എല്ലാം നീ കാണിച്ചു നോക്കാൻ. എല്ലാം വേദന എടുക്കും. മതിയല്ലേ? എന്നാ പാവം ചെയ്യുന്നത്? എന്ന് തീർക്കും അമ്മേനെ. അമ്മേനെ ഇന്നേ മുടി മുഴുവൻ തീർക്കുമേ.
നമ്മുടെ മുടി എല്ലാം തീർത്ത് മുട്ടയാക്കാൻ പോവാ ജോമോൻ. ആണേ പിന്നെ ആകെ എല്ലാം തുവയ്ക്കുവാ. ആ ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കണേ. വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കും. ആണോ? പിന്നെ ചൊറിയ എനിക്ക് തോർത്തില്ലേ ആ മടീനെ. അമ്മ മടുത്ത് വെള്ളം കുടിക്കണേ. വെള്ളം കൂടെ അടുപ്പ വെച്ചു വരാം. തൂത്ത് പറക്കി ഇട്ടോണ്ട് പോരെ. എടുത്ത് തോളയിലിട്ടോണ്ട് പോര്. വേദനയാണ്. കൊറേ നാളായില്ലേ വിട്ടിറങ്ങി. എന്റെ മാളെ ഭാവല് കൊന്നാനെ. തലമുടി അത് ശരിക്കും അത് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് വെട്ടിക്കുന്നുണ്ടേ. അല്ല ഇവിടെ കൃതാവ് പോലെ നേരത്തെ വെട്ടി വെക്കായിരുന്നു. ഉണ്ട് എങ്ങനെയുണ്ട് മുടി വെട്ടിയിട്ട്? എലിക്കുട്ടിയമ്മയുടെ മുഖം മാറിപ്പോയോ? എലിക്കുട്ടിയമ്മയുടെ മുഖം മാറിപ്പോയോ? മുഖം എലിക്കുട്ടിയമ്മയുടെ മുഖം മൊത്തം മാറി. വേഗം കുടിക്കാം, നമുക്ക് എന്നിട്ട് കുളിക്കാം. വേഗം കുടിക്ക്. മുഖം മൊത്തം മാറിപ്പോയല്ലേ? ദാഹിച്ച് പൊരിഞ്ഞു പോയി എലിക്കുട്ടിയമ്മ. അത് ഇച്ചിരി കൂടി ഇരിക്കുവാൻ പുറകെ നമ്മൾ ചെറിയ ഇത് ബോയ് കിട്ടുകയല്ലേ ചെയ്യായിരുന്നു. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. പുറമൊക്കെ ഞാൻ അത്യാവശ്യം ക്ലിയർ ചെയ്തു. പക്ഷേ എലിക്കുട്ടിയമ്മ ഇരിക്കില്ലാത്തത് കൊണ്ട് ഒരു രക്ഷയില്ല. ഇരിക്കുക വരുന്ന കുറച്ചും കൂടെ ക്ലിയറായിട്ട് വിട്ടായിരുന്നു. കുഞ്ഞു മുഖമായിപ്പോയി എലിക്കുട്ടിയമ്മയുടെ അല്ലേ? ഇരുന്നതിരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വിട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തലയിട്ട് വെട്ടിയല്ലേ പിന്നെ എങ്ങനെ മുടി വെട്ടി തരാം, കുളിച്ചിട്ട് വരാം. അല്ലെ ചൊറിയും. ചൊറിയാന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിട്ടത്. ചൊറിച്ചിൽ പോണെങ്കിൽ ഇനി ഇത് മുഴുവൻ കുടിക്കേ. ആ പുറകെ വെച്ച് കൂടെ ഒന്ന് ഒതുക്കായിരുന്നു. മധുരമുള്ളത് തന്നിട്ടും കുടിക്കാൻ മടിയാണോ? ഇല്ല ഇത് കൂടെ കുടിക്കേ. തല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത് വെട്ടിക്കും പിന്നെ ഇങ്ങനെ ഇനി 2 കവളും കൂടിയേ ഉള്ളൂ. 2 കവളും കൂടിയേ ഉള്ളൂന്നേ. തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുക. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അത്യാവശ്യം കളഞ്ഞില്ലേ? പിന്നെ നന്നായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ മുഖം കുഞ്ഞായി പോയത്. മുഖം കുഞ്ഞായിപ്പോയി. ആള് കുഞ്ഞായിപ്പോയി. ഇപ്പം എലിക്കുട്ടിയമ്മ മസിൽ പിടിച്ചത് കുളിച്ചതിൻ്റെയൊക്കെയാണ്. കുളിയെല്ലാം കഴിഞ്ഞു. കുളിച്ച് മിടിക്കുകയില്ലേ? അതെ കുറച്ചും കൂടെ മുടിക്കി. തലമുടിയൊക്കെ വെട്ടി. തലയെ കിട്ടുന്നില്ലെന്ന് തോർത്ത്. ആ തല വെള്ളം തോരാൻ കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ അധികം വെള്ളം ഇല്ല. തലമുടി അധികം ഇല്ല. അതുകൊണ്ട് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ അതല്ലേ അമ്മ കെട്ടണേ. ആ ആ ആ അത് നീളമില്ലാത്തോണ്ടായിരിക്കും. ആ അത് മതി. ഇരുന്നാ മതിയല്ലോ. എലിക്കുട്ടിയമ്മ മുടിവെട്ടൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. എലിക്കുട്ടിയമ്മ സാധാരണ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥനയാണ്. തലമുടിയൊക്കെ വെട്ടി കുളിയൊക്കെ കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ പ്രാർത്ഥനയിലാണ്. തലയിലൊക്കെ കെട്ടി. സുത്തവാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാന്റെ പുണ്യന്നി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സാരപുരുഷിക്ക് ജോക്കിയായി ഈശോയുടെ തിരുവൃദയമേ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. മറിയത്തിന്റെ വിരുമൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. വിശുദ്ധ അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ബാക്കിപ്പെട്ട മറക്കിയിരുത്താൻ മറിയുമ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. പ്രാർത്ഥന കേൾക്കണേ. വിഷയങ്ങൾ പ്രാർത്ഥന കഴിക്കണം. ആ ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ. ഹാപ്പി ആണല്ലോ ഒന്ന്. ഹാപ്പി അല്ല ഹാപ്പി. ആ കാപ്പി കുടിക്കണ കാര്യമല്ല പറഞ്ഞത്. സന്തോഷമായിട്ട് ഇരിക്കുവാണല്ലോ എന്നാ പറഞ്ഞത്. തലമുടി ഒന്ന് ജീവാൻ മേലായിരുന്നോ? നമ്മുടെ തലമുടി മുമ്പോട്ടാ നിൽക്കുന്നല്ലേ? ആ ഇനി അത്താഴം കഴിക്കണ സമയാ. പ്രാർത്ഥന ഇല്ലയോ? പ്രാർത്ഥന ഇല്ലയോ? ചെരുപ്പെന്തി? പ്രാർത്ഥന ചെല്ലിയോ? ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടാണേ. ചെല്ലിയതാണോ? ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടാക്കണേ. പ്രാർത്ഥന ഇല്ലേ? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചോ? ആണോ? ആ ആ കഞ്ഞി കുടി. ചെരുപ്പിട്ടോ? ചെരുപ്പിടുന്നില്ലേ? ചെരുപ്പിടുന്നില്ലേന്ന്? ചെരുപ്പ് വേണ്ടേ? കാല് തട്ടി വേദന അയ്യോ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കാറ് വന്നിട്ട് വേദനയാന്നും പറഞ്ഞ്. ആ ആ
മുടി കണ്ടിട്ട് തല കണ്ടിട്ടായിരിക്കും. തലമുടി ഒന്ന് ചീവി നോക്കാൻ പറ്റായിരുന്നു എങ്ങനെ കണ്ണാടിയിലൊന്നും കൊണ്ട് കാണിച്ചല്ലോ മോനെ. തലമുടി ഒന്ന് ചീവി വെക്കാൻ പറ്റായിരുന്നോ? ചീവി വെച്ചതാണ് ഇരിക്കുന്നില്ലേ? ആണോ? അമ്മയുടെ മുടി എന്നാ ആ ഞാന് ചീവി വെച്ച് നോക്കിയതാ. എങ്ങനെയുണ്ടെന്ന് അറിയാം ഇതിങ്ങനെ ഇരുന്നിട്ട്. ഒരു സുഖമാകുന്നില്ല. അത് വരുന്നില്ല, ഫ്രണ്ടിലോട്ടാ പുറകിന്ന് വരുന്നത് മുടി. അതാ ഒരു വല്ലാത്ത ഷേപ്പിലാണ് നമ്മുടെ മുടി കിടക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞും തിരിഞ്ഞും കിടക്കണം. അതാണ്. അവിടെ ആരാ കിടക്കുന്നത്? ഉറപ്പല്ലേ? ഓ, പുറത്തൊന്നും ആരുമില്ല. അമ്മ കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥന ഇല്ലയോ? അത് കഴിഞ്ഞ് പ്രാർത്ഥനയായിരുന്നോ മൊത്തം? ഞാൻ പോകുമ്പോഴും പ്രാർത്ഥനയെ ഇന്ന് മൊത്തം പ്രാർത്ഥനയായിരുന്നു ഒന്ന്. ഇത്ര നേരമായോ? ഞാൻ 5 മണിക്ക് വരുമ്പോഴത്തേനും 6 മണിക്ക് വരുമ്പോഴത്തേനും പ്രാർത്ഥനയായിരുന്നു. അതാണ് ചോദിച്ചത്. അപ്പം പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമല്ലോ, നല്ല കാര്യമുള്ളൂ. പെട്ടെന്ന് തൂക്കി പിടിച്ച് പോകണം അല്ലേ? ഞാനല്ല ഇതൊന്നും എടുത്തോണ്ട് വന്നു ടി വി നോക്കട്ടെ, നമ്മുടെ തലമുടി നേരെ ഇരിക്കുമെന്ന്. തലമുടി ഇരിക്കുകയല്ലേ? നമ്മുടെ തലമുടി ഫ്രണ്ടിലോട്ടാണ് കേട്ടോടി. ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത്. അതാണ് ചീവി. ഒരു സന്തോഷമാണ്. ഇതേ ആ സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഇച്ചിരി കൂടെ കളയണമായിരുന്നു. ഇവിടുത്തെ ഈ പൊങ്ങി നിൽക്കുന്നത്. ഈ സൈഡിലെ മുകളിൽ ഇച്ചിരി കൂടെ എടുത്ത് കളയണ്ടായിരുന്നു. അത് പൊങ്ങി നിൽപ്പുണ്ട്. അത് അന്നേരം പത്രം തോന്നിയില്ല. നമ്മുടെ ചുഴി ഉണ്ടോ? വേറെ ടൈപ്പ് അമ്മയുടെ ചുഴിയേ. നമ്മുടെ പരന്ന അമ്മയുടെ ചുഴി ഉണ്ടോ? അമ്മയുടെ ചുഴി ഉണ്ടോ? വേറെ മോഡലാ. കണ്ണാടിയിൽ ഒന്ന് പോയി നോക്കിയിട്ട് വാ. മുടി എന്ത് ചെയ്യുന്നേ? ആ കണ്ണാടിയിൽ ഒന്ന് പോയി നോക്കിയിട്ട് വാ. എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് തന്നെ കണ്ണാടി പോയി നോക്കിയിട്ട് പറയണം. ഇതെല്ലാം ഡയലോഗ് പറയണേ ഞാൻ കേട്ടിട്ടുള്ളതാ. അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും ഓട്ടെ കാണിച്ചു. ഇപ്പൊ പറയണ കാണിച്ചു. ഞാൻ എത്രയോ കേട്ടിട്ടുള്ളതാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. ആരാ അവിടെ ഇരിക്കുന്നത്? ആരാ അതാരാ? പിള്ളേരവിടെ ഇരിപ്പുണ്ടോ? കിടക്കുവാണോ? പിള്ളേരെ പണി എഴുതി മടുത്ത് കാണും. അതാരാ? ഏത് പിള്ളേരത്? അത് ഏത് കൊച്ചാ? അതേതാ കൊച്ച് ക്ഷീണിച്ച് കിടക്കുമല്ലേ? അതാരാ? അതാരാ? എൻ്റെ പേരെന്നാ? ഇവിടുത്തെ കൊച്ചാ. അവൻ്റെ പേരെന്നാ? കാരണവന്മാരോട് ചോദിക്കണോ? എലിക്കുട്ടി ഒരു കാരണവത്തിയല്ലേ? എലിക്കുട്ടിയമ്മ ഒരു കാരണവത്തിയല്ലേ? എലിക്കുട്ടിയമ്മ ഒരു കാരണവത്തിയല്ലേ എന്ന് അറിയത്തില്ല എന്നാ ചോദിച്ചത്. കൊച്ചിൻ്റെ പേര് പേരുണ്ടല്ലോ എപ്പോഴും പറയുന്നില്ലല്ലേ? പേരെപ്പോഴും പറയുന്നില്ലെന്ന്. കഞ്ഞി കുടിച്ചേക്കാം. പിന്നെ കിടക്കണ്ടേന്ന്. കസേര പോയി ഇരുന്നോ? കഞ്ഞി എടുത്തോണ്ട് വരട്ടെ. കൈ കഴുകിട്ടോ? കൈ കഴുകി പോയി. കൈ കഴുകിട്ടോ? വെക്കണേ. അങ്ങനെ വെക്കണേ. അമ്മയുടെ ഒക്കെ മുടിയാൻ തോന്നുന്നു. വിവാഹം കിട്ടിയേക്കണം അല്ലേ? ഒരു വാ, ഇവിടെ നിന്ന് ഇരുന്നപ്പോൾ കൊണ്ടുവരും. അവിടെ ഒന്നുമില്ല. കഞ്ഞിയല്ലേ വൈകിട്ട് കഴിക്കുന്നേ? എന്നാ കഴിച്ചോ.
ഇന്ന് പ്രാർത്ഥന എല്ലാം കൂടിയോ? ആണോ? തന്നെ പ്രാർത്ഥനയുണ്ടോ? ആ തന്നെ പ്രാർത്ഥനയല്ലേ, അത് മതി. എലിക്കുട്ടിയമ്മ എത്ര എണ്ണം ചെല്ലുന്നുണ്ട്? ഉണ്ടോ? പുളി ഉപ്പൊക്കെ ഉണ്ടോ? ആ പുളി ഉപ്പൊക്കെ ഉണ്ടോ? പുളി ഉപ്പൊക്കെ ഉണ്ടോ? എന്നാ കഴിച്ചോ. ചെരുപ്പിടാതെ നടന്നിനി കാല് തട്ടി എന്നൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. ആ ഇപ്പോഴും ചെരുപ്പിടാതെ നടന്നായിരുന്നു. എലിക്കുട്ടിയമ്മയുടെ മുടിയൊക്കെ വെട്ടിയിട്ട് എങ്ങനെയുണ്ടോ? നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ തന്നെ വെട്ടുകയാണ്. എലിക്കുട്ടിയമ്മയെ വെട്ടാൻ സമ്മതിക്കലായിരുന്നു. ഒരു വിധത്തിലാണ് എലിക്കുട്ടിയമ്മയുടെ മുടി വെട്ടിയത്. എലിക്കുട്ടിയമ്മ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ട് എല്ലായിടത്തും ശരിക്കും വെട്ടാൻ പറ്റിയില്ല. എന്നാലും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? വലിയ കുഴപ്പമില്ലെന്ന് തോന്നണം അല്ലേ? മുടി വെട്ടിയതേ എലിക്കുട്ടിയമ്മയുടെ മുടി വെട്ടിയതേ, തലമുടി വെട്ടി നമ്മൾ രാവിലെ വെട്ടിയായിരുന്നു. ആ വെട്ടിയായിരുന്നു. ആ അത് നല്ലതാണോന്ന് മക്കളോട് ചോദിക്കുകയോ ചെയ്തേ എങ്ങനെയുണ്ടെന്ന്. ഈ സൈഡ് വലത്തെ സൈഡ് ഇച്ചിരി കൂടെ എടുത്ത് കളയേണ്ടതായിരുന്നു. ആ മോൾ ഭാഗം കൊണ്ട്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടാക്കണേ. കഴിച്ചോ. ചാച്ചൻ വരാറായില്ല. ചാച്ചൻ താമസിക്കും വരാൻ. കഞ്ഞി കുടിച്ചോ. ചാച്ചൻ വരാൻ താമസിക്കും. കഴിച്ചോ. ഞാൻ മാറും. അവിടെ നിന്ന് കഴിക്കുക കേട്ടോ.